വാർത്താ മലയാളം ന്യൂസിലേക്ക്. ഇത് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുടെ പ്രവർത്തന ലാഭം ഇപ്പോൾ 22 കോടി രൂപ, 5 ഇരട്ടിയിലേറെ വർധനവ്. കൊച്ചി മെട്രോയുടെ വിശേഷങ്ങളിലേക്ക്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബ്ലോക്കിൽ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. യാത്ര സുഖമാണ്. ടൈം ടു ടൈം ആയിട്ട് നമുക്ക് കാരണങ്ങളാണോ ചേട്ടനെ? അതെ അതെ അതെ, സുഖമായിട്ടുള്ള യാത്രയാണ്, സ്പെഷ്യൽ യാത്രയാണ്. തിരക്കുകളില്ല, സമയം ലഭിക്കും, ഏറ്റവും വലുതാണ്. മെട്രോ എന്തുകൊണ്ടും സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക് ബ്ലോക്കിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലൊന്നും പെട്ടെന്ന് പോകാനായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്. എത്ര വർഷമായിട്ട് യാത്ര ചെയ്യുന്നു? ഞാനിപ്പോ മെട്രോ തുടങ്ങിയ കാലം തൊട്ട് എറണാകുളത്ത് വരുന്ന എല്ലാ സമയത്തും മെട്രോ നമുക്കിപ്പോ ട്രാഫിക്കില് ബ്ലോക്ക് പെടാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് മെട്രോ നമ്മുടെ ട്രാഫിക് വളരെ കുറയ്ക്കാൻ സാധിക്കും. ഒരു മെട്രോ ട്രെയിൻ പോവുകയാണെങ്കിൽ അതിലൂടെ ലൈക്ക് നമ്മൾ ഒരു കാർ എടുത്ത് പോവുകയാണെങ്കിൽ അതിനകത്ത് അപ്പോൾ ഒരാൾ മാത്രമേ പോകുള്ളായിരിക്കും. പക്ഷേ മെട്രോ ട്രെയിൻ ആണെങ്കിൽ അതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് സമയങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ട്രാഫിക് പൊല്യൂഷൻ വളരെയധികം സഹായിക്കുന്നു. സ്പീഡപ്പായിട്ട് പോകും. ബസ്സിനേക്കാളും ഈ ട്രാഫിക് ജാം എല്ലാം ഒഴിവായി കിട്ടും. അതുകൊണ്ട് മെട്രോ ഇഷ്ടപ്പെടുന്നു, എല്ലാവരും ഇഷ്ടപ്പെടുന്നു. സ്ഥിരം മെട്രോ യാത്രക്കാരാണോ? നമ്മൾ സ്ഥിരം തന്നെ. ഇപ്പോൾ മെട്രോ വന്നതിന് ശേഷം, കാരണം ഒരു സംരംഭം തുടങ്ങുന്നത് നഷ്ടം ഉദ്ദേശം ഉണ്ടായിരിക്കുന്നില്ല, ലാഭം ഉദ്ദേശം തന്നെയല്ല. അത് എത്ര വലുതായാലും അത് ഏറ്റവും നല്ലതാണ്. ലാഭമാണ് എല്ലാത്തിനും മെയിൻ കാരണം. ചെറിയൊരു ബിസിനസ് തുടങ്ങിയാലും അതിന്റെ ഉദ്ദേശം എന്താണ്? ലാഭമാണ്. നഷ്ടം ഉണ്ടായിക്കൊണ്ട് ഒരിക്കലും ആരും ഒന്നും തുടങ്ങത്തില്ല. അപ്പൊ ഇനി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും കൺവീനിയന്റ് ആണ്, കംഫർട്ടബിൾ ആണ്. അടുത്തും കണക്ടിവിറ്റി നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മെട്രോ നല്ല ട്രാൻസ്പോർട്ടാണ്. സ്കൂളിൽ പോകാൻ വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മെട്രോ വില കുറവാണ്, സ്കൂളിലെത്താനും എളുപ്പം. ഒരു മാസം 20 ദിവസമാകുമ്പോൾ തന്നെ 5 ലക്ഷത്തിലധികം യാത്രക്കാരുമായി കൊച്ചി മെട്രോ. 5 ഇരട്ടിയിലേറെയാണ് പ്രവർത്തന ലാഭത്തിൻ്റെ വർധനവ്. ഇനിയും ഇത് വർദ്ധിക്കുക തന്നെ ചെയ്യും. റെൻസോയ് ജോസ്, വാർത്താ മലയാളം ന്യൂസ്, കൊച്ചി.